ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സിമ്പിളായിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ചിക്കൻ കറി എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റും കൂടിയാണ്. അത് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം. ഇത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെയൊക്കെ നമുക്കത് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി കൂടിയാണ്. എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇതുപോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുക്കാം. അപ്പോൾ ഇതൊക്കെ വറുത്ത് പൊടികൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്ന ഗരം മസാലപ്പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന ഗരം മസാലപ്പൊടിയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കറിക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കാം. സ്റ്റൗവിലേക്ക് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇത്രയും സ്പൈസസ് കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഒരു 4 ഏലക്കയും 4 ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ നേരിയതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അപ്പോൾ അത് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തെന്ന് മാത്രം. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചിക്കൻ കറിയുടെയും ബീഫ് കറീൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കയറി കാണാം. ഇനി നേരത്തെ നമ്മൾ അരച്ചെടുത്തത് ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ കുരുമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇതിലേക്ക് വേറെ മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരും. അപ്പോൾ ഈ സമയം ഇതിലേക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്ത് അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറിയിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരുപാട് മസാലപ്പൊടികളോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത് ഇത്രയും കുറച്ചൊരു ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കിലോളം കുറച്ച് കൂടുതലായിട്ടുള്ള ചിക്കൻ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ പീസായി കട്ട് ചെയ്ത ചിക്കൻ പീസാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇത്രയും ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ അളവൊക്കെ നിങ്ങൾ കൂട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതുവരെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഈ സമയം ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും ഇത് വെന്ത് വരുമ്പോഴേക്കും. അങ്ങനെ ഇപ്പോൾ അത് ഞാൻ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്തതാ, അതിൻ്റെ മീറ്റൊക്കെ ഇതിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ നല്ലോണം ഇതുപോലെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. പക്ഷേ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.